പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ രൂക്ഷമായ ബോംബിങ്ങും തിരിച്ചടിയും ഒക്കെ ശരിയായ യുദ്ധം തന്നെ തുടങ്ങിയത് സത്യത്തിൽ ഇന്ത്യ തെല്ലാകാംക്ഷയോടെയും വലിയ ഉത്കണ്ഠയോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒടുവിലത്തെ ഒരു ടേൺ ഇന്ത്യക്ക് അനുകൂലമായി വരുന്നു. ഇന്ത്യക്കുണ്ടായിരുന്നൊരു വലിയ ഭീഷണി ഒടുവിലത്തെ ഒരു ബോംബിങ്ങിലൂടെ നീങ്ങിക്കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാർ എങ്ങനെയാണ് അത് വിശദീകരിക്കുക? സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധം ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 48 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ല. വെടിനിർത്തുന്ന നടക്കുമ്പോഴല്ലേ. മാത്രമല്ല സൗദിയോടും ഖത്തറിനോടും ഒക്കെ യാചിച്ചല്ലോ പാകിസ്ഥാൻ ഇതൊന്നും നിർത്തിത്തരണമെന്ന്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ആകെ വശം കെട്ടിരിക്കുകയാണ്. അവിടെ പറക്കാൻ വ്യോമതാവളങ്ങളിൽ വിമാനങ്ങളൊന്നും മര്യാദക്കില്ല എന്നുള്ളതിൽ വ്യക്തമാവുന്നത്. അപ്പോൾ മാത്രമല്ല ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ, അതായത് പാകിസ്ഥാൻ്റെ ടാങ്കുകൾ മുഴുവൻ പിടിച്ചെടുത്തിട്ട് ഈ അതിർത്തിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് അഫ്ഗാനിസ്ഥാൻ തെരുവുകളിൽ കൂടി ഓടിച്ചു നടക്കുകയാണ്. പാകിസ്ഥാൻ്റെ കൊടിയൊക്കെ ഉള്ള ടാങ്കുകൾ അഫ്ഗാനിസ്ഥാൻ പോരാളികൾ ഓടിച്ചു നടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. അഫ്ഗാനിസ്ഥാൻ തന്നെ വലിയ പട്ടാളമൊന്നും ഉള്ളൊരു രാജ്യമാണ്. അതിൻ്റെ 7 ഇലത്ത് കെട്ടാനുള്ള പട്ടാളം പാകിസ്ഥാനില്ല എന്നുള്ള അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇരിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മെയ് മാസവും ഓഗസ്റ്റ് മാസവുമായിട്ട് ആദ്യം ഒരു കരാർ ഒപ്പിട്ടു, അത് വീണ്ടും ഉറപ്പിച്ച് കരാർ ഒപ്പിടുന്നൊരു സംഭവം ഉണ്ടായി അഫ്ഗാനിസ്ഥാനുമായിട്ട്. അതായത് ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള സാമ്പത്തിക ഇടനാഴി, ആ സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടാനുള്ള കരാറാണ് ഒപ്പിട്ടത്. അപ്പോൾ ചൈന അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ നോക്കി നിൽക്കെ തന്നെ വലുതായിട്ട് അടുക്കുന്നതായിട്ട് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പതുക്കെ ആണ്, കരുതലോടെയാണ്. കാരണം അവര് ആണ് ആദ്യം അഫ്ഗാനിസ്ഥാനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചതും നയതന്ത്ര. ചൈനയ്ക്ക് പ്രയാസമൊന്നുമില്ലല്ലോ, പിന്നെ അവിടെ ഏക പാർട്ടി ഭരണല്ലേ, ബുദ്ധിമുട്ടില്ല. അതെ, പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് ഇതിനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ അംഗീകരിക്കുകയും കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് പാകിസ്ഥാനും മറ്റേ ചൈനയുമായിട്ട് സാമ്പത്തിക ഇടനാഴി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ദശകങ്ങളായിട്ട്. അത് അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടുക. അതായത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയും, BRI. അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ്. വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, റെയിൽവേകൾ, ഇതൊക്കെ പണിയുന്ന പരിപാടിയാണ്. അത് പാകിസ്ഥാനിൽ കുറേ ചെയ്തിട്ടുണ്ട്. ഗ്വാദർ തുറമുഖം അവർ പണിയുന്നുണ്ട്. ഗ്വാദറിൽ തന്നെ വിമാനത്താവളം പണിതിട്ടുണ്ട് ചൈന, റോഡുകൾ പണിതിട്ടുണ്ട്, പിന്നെ ഈ തുറമുഖമായി ബന്ധിപ്പിച്ച റെയിൽവേ ഒക്കെ പണിതിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അങ്ങനെ BRIയിൽ പെട്ടിട്ട് ചൈന ഒരുപാട് രാജ്യങ്ങളെ കടക്കിണിയിൽ പെടുത്തിയിട്ടുണ്ട് എന്നാണ് കണക്ക്. അതിലൊന്നാണ് ഈ മറ്റേ ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുറമുഖം ഏറ്റെടുത്ത് ശ്രീലങ്കയെ കടക്കണിയിലാക്കിയതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ അതിലേക്ക് അഫ്ഗാനിസ്ഥാനെയും കൂടി പിടിച്ചിട്ടു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന റോഡ് പദ്ധതി, റോഡ് റെയിൽവേ, ഇത് പാക് ഒക്കുപ്പൈഡ്, പാക് അധിനിവേശ കശ്മീരിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നമ്മളുടെ സ്ഥലമാണ് പാക് അധിനിവേശ കശ്മീർ എന്ന് പറയുന്നത്. അവർ പിടിച്ചടക്കിയതാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഈ 2022 അഫ്ഗാനിസ്ഥാനെ ഇതിൽ പിടിച്ചിടാൻ നോക്കിയപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, നമ്മുടെ പരമാധികാരത്തിൽ ഒരു മൂന്നാം കക്ഷി വന്ന് ഇടപെടുന്നത് ശരിയല്ല എന്ന് നമ്മൾ അന്നേ പറഞ്ഞതാണ്. അപ്പോൾ ഇതിപ്പോൾ ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഈ 3 രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ ആദ്യം ബെയ്ജിങ്ങിലും പിന്നീട് കാബൂളിലും സമ്മേളിച്ചിട്ടാണ് മെയ്യിലും ഓഗസ്റ്റിലും ഒപ്പിട്ടത് ഈ ഇടനാഴി നീട്ടാനുള്ളത്. അപ്പോൾ ബെയ്ജിങ്ങിൽ ആദ്യം, അത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്. അതാ പഹൽഗാമിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ആണ് ഈ ഏപ്രിൽ 22-നല്ലേ പഹൽഗാം. അതെ, മെയ്യിലും ഓഗസ്റ്റിലുമാണ് ഇത് നെഞ്ചത്ത് കുത്താൻ അറിഞ്ഞുകൊണ്ട് കളിച്ചതാണ്. അപ്പോൾ 6ാമത്തെ ത്രികക്ഷി വിദേശ മന്ത്രിമാരുടെ യോഗം 3 രാജ്യങ്ങളുടെയും 6ാമത്തെ മീറ്റിംഗ് ആണ് കാബൂളിൽ നടന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ
ഈ ഇൻഫ്രാസ്ട്രക്ചറിനെ ഈ അഫ്ഗാനിസ്ഥാനിലെ റോഡുകളും റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്ന കരാറാണ് ഈ ഒപ്പിട്ടത്. കച്ചവടം, കണക്ടിവിറ്റി ഒക്കെ ബന്ധിപ്പിക്കുന്നത്. ഇത് കൂടി ഉദ്ദേശിച്ചതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ വലിയ ധാതു സമ്പത്തുണ്ട്. ബലൂചിസ്ഥാനിലുള്ളത് പോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ധാതു സമ്പത്തുണ്ട്. ഇത് ചൈനയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ചൈന ഉദ്ദേശിച്ചത്. ചൈനയ്ക്ക് വലിയ തോതിൽ ധാതു സമ്പത്ത്, അതുപോലെ ഈ മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇലക്ട്രിക് കാറുകൾക്കൊക്കെ. ഇപ്പം ഇന്ത്യക്ക് പോലും തരില്ല എന്ന് പറഞ്ഞ അമേരിക്കയ്ക്കും കൊടുക്കുന്നില്ലല്ലോ, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർ. അപ്പോൾ താലിബാന് ഈ കരാർ കൊണ്ട് കൂടുതൽ വിസിബിലിറ്റി രാജ്യാന്തര തലത്തിൽ കിട്ടുമായിരുന്നു. കാരണം 2 രാജ്യങ്ങൾ താലിബാനെ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥ വരുമായിരുന്നല്ലോ. താലിബാൻ വിദേശമന്ത്രിക്കാണെങ്കിൽ എല്ലായിടത്തും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ വന്നത് UN രക്ഷാസമിതി പ്രത്യേക ഇളവ് കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിലൊക്കെ ചൈനയുടെയിലൊക്കെ പങ്കെടുക്കുമ്പോൾ കൂടുതൽ ഒരു സ്വീകാര്യത നയതന്ത്ര രംഗത്ത് വരുന്ന അഫ്ഗാനിസ്ഥാനും തോന്നിയിട്ടാണ് ഇതിൽ പോയി പെട്ടത്. അത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ആയിരുന്നു. അതായത് ഈ മേഖലയിലെ ഈ ബാലൻസ് ഓഫ് പവർ, അധികാര സന്തുലനം മാറിപ്പോകുമായിരുന്നു. ഒരു അയൽ രാജ്യം കൂടി ചൈനയുടെ ക്യാമ്പിൽ പോയി പെടുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇറാനിൽ ചാബഹാർ തുറമുഖം നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. ആ ചാബഹാർ തുറമുഖം നമ്മൾ വികസിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ലാൻഡ് ലോക്ക്ഡ് ആണ്. അതിന് കടലില്ല, ചുറ്റും കര മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് ചരക്ക് കൊണ്ടുപോകാനായിട്ട് പാകിസ്ഥാൻ വഴി അല്ലാതെ നമ്മളൊരു റൂട്ട് കണ്ടെത്തിയതാണ് ഈ ചാബഹാർ തുറമുഖം. അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പെട്ടതാണ് ഈ ചാബഹാർ തുറമുഖം ഇറാനിലെ. അപ്പോൾ നമുക്ക് ചാബഹാർ തുറമുഖം വെറുതെ ആയി പോവുമായിരുന്നു. ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള കച്ചവടമൊക്കെ ചൈനയും പാകിസ്ഥാനും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാതെ വരുമായിരുന്നു. ചാബഹാറിന് വെല്ലുവിളിയാകുമായിരുന്നു ഈ ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടി ചേർന്നാൽ. പിന്നെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീർ, പാക് അധിനിവേശ കശ്മീരിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആ ഇടനാഴിയിലില്ല.